സാധാരണ ഡിഷുകളൊക്കെ നല്ല മനോഹരമായിട്ട് പ്ലേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അത് ആ പ്ലേറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അല്ലെ. ചിലപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല. ഒരു സാധനം ആസ്വദിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എല്ലാ സെൻസറി ഓർഗൻസും വെച്ചിട്ടാണ്, കണ്ണും മൂക്കും ചെവിയും, അങ്ങനെയാണ് നമ്മളൊരു സാധനത്തിനെ ആസ്വദിച്ചെടുക്കുക. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസങ്ങളായിട്ട് ഈ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ കുറേ ഫോർവേഡഡ് മെസ്സേജസ് വരും. മെസ്സേജസ് ഇൻ ദ സെൻസ് കുറേ വീഡിയോസ്. അപ്പോൾ അതിൽ കുറേ സാക്രിഫൈസിൻ്റെയും അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിൻ്റെയും അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഇതുണ്ടാവും, എന്താ, കണ്ണീരണിഞ്ഞു, അല്ലെങ്കിൽ കോരിത്തെരിച്ചു, ഞെട്ടിത്തെരിച്ചു, നിങ്ങളിത് കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ നമ്മുടെ വീടുകളിലേക്കൊന്ന് നോക്കി നോക്കിയേ. 60കളിലെയും 70കളിലെയും പാരൻസ് നമ്മളെ എങ്ങനെയൊക്കെ ആയിരിക്കും വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അതല്ലെങ്കിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടിയവര്, ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ വലിയ അച്ചീവ്മെന്റ്സ് നേടിയവരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്കിത് കാണാനോ ആസ്വദിക്കാനോ പറ്റുന്ന തരത്തില് ഒരു മനോഹരമായ BGM ഇല്ല, നല്ലൊരു എഡിറ്റിംഗ് ഇല്ല, അത്രയും നന്നായിട്ട് ആ രംഗങ്ങളെ ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകളും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കാറുമില്ല. അപ്പൊ ഈ ഫോർവേഡ് ചെയ്ത് വരുന്ന സാധനം കണ്ട് ഞെട്ടിത്തെരിച്ച് കോരിത്തെരിച്ച് നിൽക്കുന്നതിന് പകരം, അത് നിങ്ങൾ കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലേക്ക്, നമുക്കറിയാവുന്ന ചുറ്റുവട്ടത്തിലേക്കും കൂടി ഒന്ന് നോക്കാം. ചിലപ്പോൾ അതിനേക്കാൾ ത്രസിപ്പിക്കുന്ന കഥകൾ, അതിനേക്കാൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കഥകൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടും. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.